ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. പാത്തർ നോസ്തർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒലിവുമലയുടെ മുകളിലെ സ്വർഗാരോഹണ പള്ളിയുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണിത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ പ്രാർത്ഥന പഠിപ്പിച്ച സ്ഥലം, ഒപ്പം യുഗാന്തത്തെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തിയ സ്ഥലം. ഗലീലിയക്കാരായ യേശുവും ശിഷ്യന്മാരും ജെറുസലേം സന്ദർശിക്കാൻ വരുമ്പോൾ പലപ്പോഴും താമസിച്ചിരുന്ന ഒരു കൊച്ചു ഗുഹ ഒലിവുമലയുടെ മുകളിലുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. ഈ ഗുഹയിലിരുന്നു കൊണ്ടാണ് ശിഷ്യന്മാരെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനം സന്ദർശിച്ചതിന് ശേഷം ബത്താനിയയിൽ നിന്ന് തൊട്ടടുത്ത രംഗമായിട്ടാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന രംഗം അവതരിപ്പിക്കുക. മത്തായുടെ സുവിശേഷത്തിൽ ഇത് ഗിരിപ്രഭാഷണത്തിലാണ്. മത്തായുടെ സുവിശേഷം 23, 24, 25 അധ്യായങ്ങളിൽ അന്ത്യവിധിയെക്കുറിച്ചുള്ള യുഗാന്ത പ്രഭാഷണം അത് നടക്കുന്നത് ജെറുസലേമിന് എതിരെ ഒലിവുമലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട്, ജെറുസലേം ദേവാലയത്തിന് അഭിമുഖമായി ഇരുന്നു കൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ മാത്രം അടുത്ത് വിളിച്ച് പഠിപ്പിക്കുന്നതായിട്ടാണ് അവതരിപ്പിക്കുക. ഈ രംഗമാണ് നമ്മളിവിടെ ചിത്രീകരിക്കുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തൻ്റെ അമ്മ ഹെലന രാജ്ഞിക്ക് വേണ്ടി എക്ലേസിയ ഇൻ എലയോണ എന്ന് പറയുന്ന ബസലിക്ക, കാൽവരിയിലും കബറിടത്തിലും കർത്താവ് ജനിച്ച സ്ഥലത്തും ബസലിക്ക പണിയുന്നതിനോടൊപ്പം തന്നെ പണിത സ്ഥലമാണിത്. പേരക്കുട്ടി മെലാനിയ പിന്നീട് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ആശ്രമം പണിയുന്നു. 614 പേർഷ്യൻ ആക്രമണത്തിൽ ഇത് നശിപ്പിക്കപ്പെടുന്നു. തുടർന്ന് കുരിശ് യുദ്ധക്കാർ 1152 ഇത് പുതുക്കി പണിയുന്നു. 3 ഭാഗങ്ങളുള്ള മഹത്തായൊരു ദേവാലയം, അതിൻ്റെ അടിപ്പള്ളിയിൽ ഈ ഗുഹയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൺസ്ട്രക്ഷനാണ് അവർ നടത്തിയിരുന്നത്. ഇത് പിന്നീട് അറബികളുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെടുന്നു. 1868 ഫ്രാൻസിൽ നിന്നുള്ള തൂർദ് ഒവേർൺ എന്ന സ്ഥലത്തു നിന്നുള്ള രാജ്ഞി ഔറേലിയ ബോസി അവരാണ് ഈ സ്ഥലം വാങ്ങുന്നതും ഫ്രാൻസിന് സമ്മാനിക്കുന്നതും. ഫ്രാൻസ് ഇത് കർമ്മലീത്ത സിസ്റ്റേഴ്സിന് കൊടുക്കുന്നു. 1874 മുതൽ അവരിവിടെ സ്ഥിരതാമസമാകുന്നു. അവരുടെ ഒരു കപ്പേള അതിൻ്റെ ഉള്ളിൽ കാണാം. 1910 ഇവിടെ വിശദമായിട്ടുള്ള ഉത്ഖനനം നടക്കുന്നത്. ബൈസൻ്റെയും കാലഘട്ടത്തിലെ പള്ളിയും അതിൻ്റെ താഴെയുണ്ടായിരുന്ന ഈ ഗുഹയും കണ്ടെത്തുകയും അതിനെ മനോഹരമായി സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടുള്ള രംഗമാണ് ഇന്ന് നമ്മൾ കാണുക. ഈ പള്ളിയുടെ ചുറ്റു മതിലിനോട് ചേർന്ന് പീസായിലെ കാമ്പോ സാന്തോ പോലെ ലോകത്തിലെ ഒത്തിരി ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷകളിലുള്ള സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥലത്തായിരിക്കുമ്പോൾ ശാന്തമായി ഈ സ്ഥലം ഒന്ന് ആസ്വദിക്കുക. കർത്താവും ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന ആ ഒരു അന്തരീക്ഷത്തിലിരുന്നു കൊണ്ട് ആദ്യമായി അവരെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ച ആ രൂപിയിൽ ഒരിക്കൽ കൂടി സാഹോദര്യത്തിൻ്റെ, ക്ഷമയുടെ, കൂട്ടായ്മയുടെ, ഒരേ പിതാവിൻ്റെ മക്കളായി തീരുന്ന ഈ പ്രാർത്ഥന നമുക്കൊന്നുകൂടി ചൊല്ലാം. അവൂണ ദിബിഷ്മയ്യ യിത് കദാഷ് ഷെമാക് തേത്തെ മൽക്കൂത്താഖ് തിത് അവേദ് റെവുത്താഖ് കെദി ബിഷ്മയ്യ കേൻ ബ അർ ആ ലഹ്മന ഹാവുലാന സെക്കോം യോം ബെയോമ വുഷ്വൂക്ക് ലാന ഹൊവൈന ഷുവക്ന ലിഹയ്യവൈന ബെ ആൽ തെഅലീന ലെനിസിയോൻ എല്ലെ പെസേന മീൻ ബെയിഷ. ആമേൻ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.